ഇപ്പോഴത്തെ ഒരു നമ്മളെ പോലെ തന്നെ ഒരാളായിരുന്നു അവൻ. കാരണം ഞങ്ങളുടെ എല്ലാം കൂടെ നടന്നും ഒരു ഒന്ന് ചെറുതിലേ വന്നതാണ് ഇവിടെ. അവനെ നോക്കിയത് സനകൻ എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ ഇവിടെ നാട്ടുകാർ മുഴുവനും അവനെ ഏറ്റെടുത്ത്. അവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എല്ലാവരുമായിട്ട് ഇണങ്ങും. കൊച്ചുകുട്ടികളായിട്ടാണെങ്കിലും എല്ലാവരെയും വീട്ടിൽ കൊണ്ടാക്കാനും എല്ലാവരോടും സ്നേഹത്തോടു കൂടി ഒരു വാലാട്ടിയും ഒക്കെ നടന്ന് നമ്മുടെ ഒരു അംഗമായിരുന്നു അവൻ. അവൻ പോയത് എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്, ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ്. അങ്ങനെ മാറിയിട്ടില്ല. അപ്പോൾ അവനെ കുറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ അവനെ കുറിച്ച് പറയാനുണ്ട്. ഒരു കാര്യത്തിലും തീരൂല അവൻ്റെ കാര്യങ്ങൾ. ഷൺമുഖൻ സ്റ്റോഴ്സിലെ എൽദോക്കൊക്കെ അവൻ്റെ പ്രിയപ്പെട്ടൊരു വിഭവമാണ്. അതേപോലെ തന്നെ ഈ നാട്ടുകാർ ഓരോരുത്തരോട് ചോദിച്ചാൽ അവനെ കുറിച്ചുള്ള എല്ലാ കഥകളും പറയും. അവൻ അങ്ങനത്തെ ഒരു ആളായിരുന്നു എൽദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എല്ലാ ദിവസവും രാത്രി വരുമ്പോൾ എൻ്റെ ഒരു കാലം അവൻ്റെ ആ അരയുടെ പോലെയാണ് ഇരിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും കാലം അവിടെ വെച്ചിട്ടാണ് പോവാറ്. അങ്ങനെ ഒരു സ്നേഹനിധിയായിരുന്നു അവൻ. എപ്പോഴാണ് ആള് ആദ്യമായിട്ട് ഇങ്ങനെ ഇവിടെ വന്നത് ഒരു 10-14 വർഷം മുമ്പ് വന്നാണ് അവൻ ഇവിടെ. എങ്ങോട്ടും പോലില്ല. എങ്ങോട്ടും പോയില്ല. ഇവിടെ തന്നെ ഇവിടെ എല്ലാവരും വീടിൻ്റെ ഇതിൽ തന്നെയൊക്കെയായിരുന്നു. കാരണം എല്ലാവരും അവനെ സ്നേഹിക്കുന്ന ആളായിരുന്നു. അവൻ ഭയങ്കര ഇതായിരുന്നു. എൽദോനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല.